സംഗീതമേ അമരസല്ലാപമേ, സംഗീതമേ അമരസല്ലാപമേ, മണ്ണിലും വിണ്ണിൻ്റെ വരദാനമേ, വേദനയെ പോലും വേദാന്തമാക്കുന്ന നാദാനുസന്ധാന കൈവല്യമേ, സംഗീതമേ അമര സല്ലാപമേ. ഒരൊറ്റ ദിവസത്തിനുള്ളിൽ 7-8 ലക്ഷം ആളുകൾ കാണുകയും ആയിരക്കണക്കിന് ആളുകളുടെ ലൈക്കും കമൻറ്റും ഒക്കെ കിട്ടിയിട്ട് നമ്മുടെ കോഴിക്കോട് മൂഴിക്കൽ ALF കാർഡ്സിൻ്റെ ഉദ്ഘാടന വേളയിൽ ഷിയാസ് കരീമും താജുക്കയും ഞാനും ഒക്കെ പങ്കെടുത്ത വേദിയിലേക്ക് ഒരു പാട്ട് പാടാൻ അവസരം ചോദിച്ചിട്ട് വന്നിട്ട് പാട്ട് പാടിയിട്ട് കണ്ടു നിന്നവരെയും കേട്ടു നിന്നവരെയും ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിയ ഈ ഒരു മനുഷ്യനെ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. നമ്മളെ ചങ്കാണ് കോഴിക്കോട് മൂഴിക്കലിൻ്റെ പ്രിയപ്പെട്ട പേര് പറഞ്ഞത്. എൻ്റെ പേര് ചാലപ്പുറത്ത് ധർമ്മരാജൻ. ചാലപ്പുറത്ത് ധർമ്മരാജൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പം എനിക്ക് കുറച്ച് സുഹൃത്തുക്കൾ ഇവിടെയുണ്ട്. അപ്പോൾ നമ്മുടെ ALF കാറിൻ്റെ സുഹൃത്തായിട്ടുള്ള ഗഫൂർക്ക മൂപ്പരെ പറ്റി പറഞ്ഞത് ഒട്ടുമിക്ക പരിപാടി സ്ഥലത്ത് വന്നിട്ടും ഒരു പാട്ട് ചാലപ്പുറത്ത് ധർമ്മരാജൻ ചേട്ടൻ ഒരു പാട്ട് പാടിയിരിക്കും. കാരണം അയാൾ പാട്ടുകൾ കേൾക്കാൻ, ഇവരുടെ പാട്ടുകൾ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് കലയെ സ്നേഹിക്കുന്ന ഈ ഒരു കലാകാരനെ എന്താ പറയുക, ഇന്ന് ഒരുപാട് ലോകം മൊത്തമുള്ള മലയാളികൾക്ക് മുന്നിൽ കുറച്ച് ആളുകൾക്കെങ്കിലും ഇദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാൻ പറ്റിയതിലും ഇദ്ദേഹത്തിന് ഒരു പ്രോത്സാഹനങ്ങൾ കൊടുത്തതിലും ഇന്ന് വൈകിട്ട് വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് കുറേ അഭിനന്ദനങ്ങൾ കിട്ടുന്നുണ്ട്, അഭിപ്രായങ്ങൾ കിട്ടുന്നുണ്ട്, കുറേ പൂച്ചെണ്ടുകൾ കിട്ടുന്നുണ്ട്. അവർക്കൊക്കെ തിരിച്ച് നിങ്ങൾ ഒരു നന്ദി പറയണം. അപ്പോൾ മൂപ്പര് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നേരെ ALFൽ വന്ന് ഇവിടെ വന്ന് മൂപ്പരെ പൊക്കിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ പാട്ട് മൊത്തത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു കഴിഞ്ഞു, അവരോടൊക്കെ പറയാനുള്ള? ഞാൻ ഇതിനെക്കുറിച്ച് അറിയാം. ഇന്ന് രാവിലെ ഉച്ചയാകുമ്പോൾ ദുബായിൽ ഒരാൾ എനിക്കൊരു ലിങ്ക് അയച്ചു തന്നു. ആ ലിങ്ക് അയച്ച് അപ്പോൾ എന്നിട്ട് ഓൻ പറഞ്ഞ് വാട്സപ്പിൽ പറഞ്ഞ് ധർമ്മേട്ട അങ്ങനെ ഒരു നിങ്ങൾ പിന്നെ ഇതിൽ കണ്ട് വാട്സപ്പിൽ കണ്ട് നിങ്ങൾ വൈറലായ ഒരു ഫേസ്ബുക്കിൽ കണ്ട് അത് ഞാൻ ലിങ്ക് അയച്ചുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ ലിങ്ക് അയച്ചു തന്നപ്പോൾ എനിക്കത് ഓപ്പൺ ആവുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ അങ്ങോട്ട് ഒരു വോയിസ് കൊടുത്ത് സ്നേഹിതം അങ്ങനെ ഡൗൺലോഡ് ആവുന്നില്ലല്ലോ, എന്താ അതൊക്കെ ആയിക്കോളും, പേടിക്കണ്ടേ, കുറച്ച് വെയിറ്റ് ചെയ്യുന്നതാണ്. കുറച്ച് വെയിറ്റ് ചെയ്തപ്പോൾ സംഭവം ഓക്കെ സന്തോഷമായി. ഞാൻ വൈറലായി. ഞാൻ പേരിൽ നിൽക്കാന്ന് എനിക്കെന്നെ അറിയില്ല. ഞാനങ്ങനെ ഈ നിമിഷം ധന്യമായ ഒരു മുഹൂർത്തം നമ്മളെല്ലാ ഗുരുക്കന്മാരും ഞാനെല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്ന ആളാണ്. പിന്നെ ഹിന്ദു ആളും ക്രിസ്ത്യാനും മുസ്ലിം പിന്നെ നമ്മൾ ഓരോന്നിൽ ഹിന്ദുക്കൾ പറഞ്ഞ് ലോകാസമസ്ത സുഖിനോ ബന്ധു, ഈ ഖുറാനിൽ പറഞ്ഞ് ആൾക്കാരും പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന്. ബൈബിളിൽ പറഞ്ഞ് ഞാൻ എന്നെ സ്നേഹിക്കുന്ന പോലെ ആൾക്കാരിനെ സ്നേഹിക്കുക. ആ ആൾക്കാരാണ് നിങ്ങളൊക്കെ.